പ്രിയപ്പെട്ടവരെ, സുരേഷ് പെരുങ്ങലൂരാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. ഉദ്ഘാടന ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ മാനേജർ രാജശേഖരൻ, അതുപോലെ തന്നെ ഇവിടെ ആശംസ അർപ്പിച്ചിട്ടുള്ള ഈ വാർഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും മണ്ണൂരിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാർഡ് മെമ്പർ ദീപ ശ്രീകുമാർ അവർ, പിന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച PHSCയിലെ പ്രിൻസിപ്പൽ ഹരീഷൻ സാറ്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇന്റർവ്യൂ പങ്കെടുത്തിട്ട് രാജീവ് സർ, അതുപോലെ തന്നെ ഇവിടെ ഇതിലെ കോർഡിനേറ്ററായിട്ടുള്ള അരുൺ സാറ്, പിന്നെ ഈ സ്കൂളിൻ്റെ തന്നെ ഇവിടെ ആശംസ അറിയിക്കുന്ന സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ടീച്ചർ കാർത്തികൻ ടീച്ചർ, പിന്നെ അനൂപ് സാറ്, അതുപോലെ തന്നെ കൃതജ്ഞത അറിയിക്കുന്ന ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ മേഖലയായിട്ടുള്ള ആൻഡ് ടീച്ചർ, മറ്റ് ഇവിടെ പങ്കെടുത്തുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അവരുടെ രക്ഷകർത്താക്കളെ, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇന്നലെ മുതൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന PHSCയിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് വലിയൊരു പ്രസംഗത്തിനുള്ള ഒരു സമയമൊന്നുമില്ല എനിക്കറിയാം. കാരണം ഇവിടെ 9 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം രജിസ്ട്രേഷൻ പറഞ്ഞത്. അത് കുട്ടികളൊക്കെ 8 മുതലേ ഇവിടെ രക്ഷകർത്താക്കളും ടീച്ചേഴ്സൊക്കെ ഇവിടെ എത്തി തുടങ്ങിയതാണ്. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് 10 മണിക്കൂറുകൾ ഞാൻ പറയാൻ പാടില്ല. എന്നാൽ പോലും എൻ്റെ ഒരു സഹോദരി, എൻ്റെ ഒരു മകളെ പോലെ എന്നാണ് പഞ്ചായത്ത് ഞാൻ മകളെ പറയും. അങ്ങനെ എൻ്റെ ഒരു ശീലം. അങ്ങനെ ഞാൻ വഴക്കും പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ബന്ധുനാഥ് ആശംസകൾ അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന സന്തോഷ് കുമാർ, ദീപ ശ്രീകുമാർ, ഹരികൃഷ്ണൻ സാറ്, മറ്റേ ഇവിടെ കലാപരിപാടികൾ പഠിപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നവരെ വേദിയിൽ ആശംസകൾ അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. ഇത് ഇവരെല്ലാം പേര് പറയുമ്പോഴത്തേക്ക് 2 മിനിറ്റ് പോയി അത്രയും നഷ്ടമാണ്. നമ്മൾ 9 മണിക്ക് ഈ പരിപാടി തുടങ്ങി 10 നിർത്തിയിട്ട് 10 മണി മുതൽ വിദ്യാർത്ഥികളുടെ ഈ പ്രോഗ്രാമുകൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവിടെ ഇത് തീരും, അല്ലെങ്കിൽ സന്ധ്യ കഴിയും നമ്മൾ ഇവിടെ ബോധ്യപ്പെടാം. അതുകൊണ്ട് കാരണം ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിൽ അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിട്ടിരിക്കുന്ന കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ചിത്രരചന അറിയാവുന്നവരുണ്ട്, നാടൻ കല അറിയാവുന്നവരുണ്ട്, നാടൻ പാട്ടുകൾ, അതേപോലെ തന്നെ മറ്റ് കലാപരിപാടികളെ, കവിതാരചനയുണ്ട്, കഥാരചനയുണ്ട്. ഇതിലെല്ലാം കഴിവുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് അധ്യാപകരുടെ ഒരു ഇതാണ്. അവരിൽ ആണ് ഈ കുട്ടികളിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചെടുക്കുന്നത്. കാരണം ഇന്ന് ലോകം അറിയപ്പെടുന്ന രൂപത്തിലായി നമ്മുടെ ഭദ്രാഹരി, കേരളം മൊത്തം അവിടെ എന്ന് വെച്ചാൽ ഭദ്രാഹരി എന്ന് വെച്ചാൽ താമരക്കുടി ഭദ്രാഹരി എന്നാണ് അറിയപ്പെടുന്നത്. ആ രൂപത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. കാരണം ഇപ്പോൾ തന്നെ 2 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു, കവിതകൾ. അത് ഇവിടുത്തെ ഒരു മലയാളം അധ്യാപികയാണ് ആ കുട്ടിക്ക് ഇതിനുള്ള എല്ലാ സാഹചര്യവും ഒപ്പിച്ചു കൊടുത്തത്. നമ്മൾ എഴുതാനുള്ള കാരണം ആ മലയാളം അധ്യാപികയാണ്. അപ്പോൾ അധ്യാപകരുടെ കയ്യിലാണ് കുട്ടികളുടെ ഈ വിധം കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരുടെ കയ്യിലാണ് അതിനെ കഴിവിരിക്കുന്നത്. അവരത് കുട്ടികളിൽ അന്തർലീനമായിട്ട് ഉറങ്ങിക്കിടക്കുക. കുട്ടികളിലെല്ലാം ഉറങ്ങിക്കിടക്കുന്ന കലാവാസനകളാണ്. അവരെ പ്രോത്സാഹിപ്പിച്ചെടുത്താൽ അവനൊരു വലിയ കലാകാരനായി മാറും. കാരണം കല കൈകാര്യം ചെയ്യുന്ന ആളുണ്ടോ അവരാരും സമൂഹത്തിൽ തെറ്റ് ചെയ്യത്തില്ല. ഒരിക്കലും അവനൊരു തെറ്റിലേക്ക് പോകത്തില്ല. ഇന്നത്തെ കുട്ടികളെല്ലാം വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുക. മറ്റു കൂട്ടുകെട്ടുകൾ ചേർന്നിട്ട് എന്തും വൃത്തികേടുകളിലേക്കും ലഹരി പേരുകളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. അതിലൊന്നും പോകാതെ രക്ഷകർത്താക്കൾക്ക് അവനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. വീട്ടിൽ നിന്ന് സ്നേഹം കൊടുക്കുന്നില്ല, അതൊരു വലിയ പ്രശ്നമാണ്. വിദ്യാർത്ഥികൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ കാര്യം പറയാൻ നിങ്ങൾ തന്നെ അച്ഛനും അമ്മയും ഒക്കെ മൊബൈൽ ഫോണിലാണ് ഏത് സമയവും. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കില്ല.
നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു കല ഏതെങ്കിലും പഠിപ്പിക്കണം. വലിയ വിദ്വാൻമാരെന്ന് പറയാറുണ്ട്, നിങ്ങളുടെ മക്കളെ രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കൊരു ചുംബനം കൊടുക്കുക, അല്ലെങ്കിൽ അവനൊരു ചുംബനം കൊടുത്ത് വീട്ടിൽ നിന്ന് വിടുക. ആ കുട്ടി തെറ്റ് ചെയ്യത്തില്ല. അവള് വേറെ തന്നെ അടുത്ത് ചുംബനത്തിന് പോകുന്നില്ല. വീട്ടിൽ നിന്ന് അച്ഛനൊരു ചുംബനം കൊടുത്തിട്ട് ഇറക്കി വിടുക, അല്ലെ അങ്ങനെ ഒരു ചുംബനം കൊടുക്കുക. ആ രൂപത്തിൽ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുക നമ്മൾ. അതെല്ലാം അച്ഛനും അമ്മയും ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ ആൾക്കാർ കഷ്ടപ്പെട്ട് കുറെ അധ്വാനിച്ച് കുറെ പൈസ ഉണ്ടാക്കി വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടുന്നു. മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അത് പോരാ. അവനെ ഒരു കലാകാരനാക്കുക, അല്ലെങ്കിൽ ഒരു കലാകാരിയാക്കുക. ആ രൂപത്തിലായി കഴിഞ്ഞാൽ അവർ ഒരിക്കലും, കാരണം ഈ കലയെന്ന് വെച്ചാൽ ഈശ്വരവിശ്വാസമാണ് കഴിയും. അവൻ ഒരു ഉപകരണത്തെ തുടരണമെങ്കിൽ അവനൊന്നും തൊട്ട് നെറ്റിയിൽ വെക്കാതെ ആ സംഗതി തുടർന്നില്ല. അത് അച്ഛനോടായാലും അമ്മയോടായാലും സ്നേഹം ഉണ്ടാകും വിദ്യാർത്ഥികൾ. ഞാൻ പറഞ്ഞ് നേടി വേറെ സംഗതിയിലേക്ക് പോവുക വേണ്ട. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളെ എല്ലാവരും നല്ല കലാകാരന്മാരും കലാകാരികളുമായി വളരാൻ വേണ്ടി ആശംസിക്കുന്നു. അതേപോലെ തന്നെയാണ് നിങ്ങൾ വായിച്ചു വളരണം, വായിക്കണം. ഈ കലകളൊക്കെ വളരെ ഇതാണ്. വായിക്കാൻ, വായനശാലയുമായിട്ട് ബന്ധപ്പെടുക വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ സർവ്വവാസനകൾ കണ്ടുപിടിച്ച് നല്ല ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിയാവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാം ആകെ കൺഫ്യൂഷനിലാണ്, ആർക്കും മാറണമെന്ന്. കുട്ടികൾ പറയുന്നത് നിങ്ങൾ സംസാരം കൃത്യമായിട്ട് നടത്തുമ്പോൾ നിങ്ങൾക്ക് പരിപാടികളോട്ട് പോകാൻ വയ്യല്ലേ, ആ മുഖത്തൊക്കെ കാണാം. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഈശ്വര പ്രാർത്ഥനയാണ്. ഇവിടെ ഈ കണ്ടിരിക്കുന്ന രണ്ട് മുൻപുകളെ പേരെന്ന് പറയും ആയുഷും അഭിനന്ദും. എന്ത് ആത്മാർത്ഥമാണ് ആ ഈശ്വര പ്രാർത്ഥന ലയിച്ചിരുന്നത്. ഞാൻ ആ പ്രാർത്ഥന കേട്ടത് അവരുടെ പ്രാർത്ഥനയാണ് കേട്ടത്. അവരതിനെ ലയിച്ചിരുന്നവരോടൊപ്പം പാടുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. എല്ലാവരും പിണക്കമാണോ? ഞാൻ താമസിച്ചു വന്നതിൻ്റെ ഒത്തിരി വഴക്ക് എനിക്ക് കിട്ടി കേട്ടോ. കാരണം എൻ്റെ അച്ഛനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ നല്ലപോലെ വഴക്ക് കിട്ടി. താമസിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലായാലും നമ്മൾ താമസിച്ചെന്ന് അച്ഛന്മാർ വഴക്ക് പറയത്തില്ലയോ? അപ്പം ഞാൻ ആ അച്ഛൻ്റെ വാക്ക് കേട്ട് ഇനി മുതൽ പരിപാടിക്കൊന്നും താമസിക്കാതെ നേരത്തെ എത്താം. വാത്സല്യത്തോടെ വഴക്ക് പറഞ്ഞത് കേട്ടോ. അപ്പോഴേ എനിക്ക് ഈ നോട്ടീസിലുള്ള മുഴുവൻ പേരുടെയും പേര് വായിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കണ്ണിലൊരു പഴുപ്പ് പറ്റിയിരിക്കുക. ഈ കണ്ണാടി കാറ്റ് കൊള്ളാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഒന്നും വായിക്കാൻ വേണ്ടി കുറച്ച് പേർക്ക് അറിയാം. അപ്പോൾ ആരെങ്കിലും ഒക്കെ പേര് ഇട്ട് പോവുകയാണെങ്കിൽ ക്ഷമിക്കണം.
എനിക്ക് ആദ്യം വളരെ സന്തോഷമായിട്ട് പറയാനുള്ളത് നമ്മുടെ എയുടെ അജിത മേഡം. കാരണം നമ്മുടെ അരുൺ സാറിനും അറിയാം, ഇപ്പൊ പോയ നമ്മുടെ രാജിക്കും അറിയാം. ഞാൻ ഏത് പരിപാടി ചെല്ലാൻ മുമ്പേ തരുന്നു. ആദ്യമൊക്കെ നമ്മുടെ ഹരികൃഷ്ണ സാറില്ലേ, പിന്നെ നമ്മുടെ ഒരു സാറ് തന്നു, ഉണ്ണിക്കുട്ടൻ സാർ. സാറ് ഒരു പരിപാടിയും ഞാൻ കണ്ടില്ല, എപ്പോഴും എന്നോട് ജോലി എന്ത് ചെയ്യുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ വന്നുടനെ നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ ഇന്നൊരു സന്തോഷമായിട്ട് അങ്ങനെ കത്തിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കാൻ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഈ പരിപാടി